ഇടതുപക്ഷത്തെ തിരുത്തൽ ശക്തിയായി വിലയിരുത്തപ്പെട്ടിരുന്ന CPI മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസിനെതിരെ അടക്കം കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയാണ് കാനം ഇടതു നയങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പിനെ അടക്കം തിരികെ കൊണ്ടുവന്നത്. ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ കർശനമായ ഇടതു രാഷ്ട്രീയ നിലപാടുകളിൽ ദുർബലത ഉണ്ടായെങ്കിലും കാനത്തിനെ പോലെ ഒരു നേതാവിന്റെ അസാന്നിധ്യം ഇപ്പോഴും ഇടതു മുന്നണിയിലുണ്ട്. LDF സർക്കാരുകളുടെ കാലത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ആഭ്യന്തര വകുപ്പിനാണ്. ആ വകുപ്പ് CPM ഭരിക്കുന്നതുകൊണ്ട് കാര്യമായ വിമർശനങ്ങൾ ഘടകകക്ഷികളിൽ നിന്ന് ഉയർന്നു വരാറില്ല. എന്നാൽ അതിന് മാറ്റം വരുന്നതാണ് കാനം രാജേന്ദ്രൻ CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് കാണിച്ച കൊള്ളരുതായ്മകൾ എല്ലാം തുറന്നു ചോദിച്ചു കാനം. അതുകൊണ്ടാണ് കാനം രാജേന്ദ്രന്റെ 1ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കേരള രാഷ്ട്രീയവും ജനങ്ങളും അനുഭവിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ മൂലം ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലും പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് കാനം തന്നെയായിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ മന്ത്രിസഭയിൽ പാർട്ടി നിലപാട് അറിയിക്കണമെന്ന് മന്ത്രിമാരോട് കാനം നേരിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. കാനമില്ലാത്ത 1 വർഷം ഭരണപക്ഷത്തെ പ്രതിപക്ഷമില്ലാത്ത 1 വർഷം കൂടിയാണ്. ഭരണപക്ഷത്തിന് തെറ്റുപറ്റുമ്പോൾ തിരുത്തിയെടുക്കാൻ ഒരു കാനം രാജേന്ദ്രൻ വേണമായിരുന്നുവെന്ന് തോന്നുന്ന 1 വർഷമാണ് കടന്നുപോയതെന്ന് ഇടതുപക്ഷത്തെ ചില നേതാക്കൾ രഹസ്യമായെങ്കിലും പറയുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.